ഹലോ പീപ്പിൾ, അപ്പോൾ അതാ ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 hour ആയി. എന്നിട്ടെന്താ 2 മിനിറ്റോളം ഞാൻ എഡിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ മൊത്തം നമുക്ക് 19 മിനിറ്റ് എഡിറ്റ് ചെയ്യാനുണ്ട്. മിനിറ്റ് എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല, നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ്. എത്ര പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ഇതിലൂടെ നോക്കാം. എഡിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ചാർജ് തീരാറായി. ഓൾമോസ്റ്റ് ഒരു 1 hour എഡിറ്റ് ചെയ്തിട്ടാണ് ഇത്രയും 2 മിനിറ്റോളം ആയത്. ഇനി എന്തായാലും എനിക്ക് ഇതിന് ഫ്രണ്ടിൽ കുത്തിയിരിക്കാൻ വയ്യ. എന്തായാലും ഇത്ര നേരം കുത്തിയിരുന്നില്ല, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. ഏത് ബാക്കി എഡിറ്റിങ്ങിലോട്ട് കിടക്കണം. 19 മിനിറ്റ് എങ്ങനെ എഡിറ്റ് ചെയ്ത് തീർക്കുമെന്നോ. ഇന്ന് രാത്രിക്കുള്ളിൽ കൊടുക്കാൻ വേണം. എഡിറ്റ് ചെയ്ത് വയ്യ ഗൈസ്. ഉച്ചയ്ക്ക് 2 മണിക്ക് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. അതിപ്പോൾ സമയം 8:30 ആയി, ഇതുവരെ തീർന്നിട്ടില്ല. ഈ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ മൊത്തം നമ്മൾ ക്ലിപ്സ് അറേഞ്ച് ചെയ്യണം, അതിൽ ഷോർട്ട് അറേഞ്ച് ചെയ്യണം, അതിൽ നമ്മൾ എഫക്ട്സ് ആഡ് ചെയ്യണം, ടൈറ്റിൽസ് ആഡ് ചെയ്യണം, സ്റ്റോക്ക് ഫുട്ടേജ് ആഡ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നാലും ഇനി 9 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് ചെയ്യാൻ വയ്യ. നമ്മുടെ ഒരു കൂട്ടുകാരൻ ഫുഡ് കഴിക്കാനും വൈബ് ചെയ്യാനൊക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് അവൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് ബാക്കി ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളെന്തായാലും കഴിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു പടത്തിന് പോവാണ്, ചോട്ടാ മുമ്പേ. എഡിറ്റ് ചെയ്യാൻ എന്തായാലും ഇനിയും തീർക്കാനുണ്ട്. അവിടെ പയ്യന്മാരൊക്കെ എപ്പോഴാണ് കയറിയത്? നമ്മളെ പടം കണ്ട് തിരിച്ചു പോവുകയാണ്. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. ആദ്യത്തെ പ്രാവശ്യമാണ് രണ്ടുപേരും കാണുന്നത് തിയേറ്ററിൽ. അപ്പോൾ എന്തായാലും പൊളി എക്സ്പീരിയൻസ് ആയത്. 2ാമത്തെ പ്രാവശ്യം കണ്ടപ്പോഴും അതേപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതെ, ഇപ്പം ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയ എഡിറ്റാണ്. ഇതുവരെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം സമയം എത്ര? 1 മണിയായി. ഓൾമോസ്റ്റ് ഒരു 24 hours തീരാറായി. ഇന്നലെ പക്ഷെ നേരെ ഫുഡ് കഴിച്ച് തിരിച്ചു വന്ന് ബാക്കി എഡിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അത് നടന്നില്ല ഗൈസ്. അവിടെ നിന്ന് ഫുഡും കഴിച്ച് കഴിഞ്ഞപ്പോൾ അവനോടൊരു ഐഡിയ വന്നു, ചോട്ടാ മുമ്പേ പോയി കാണാം. അവൻ്റെ കൂടെ അന്ന് പോയി കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒന്നും കൂടെ പോയിട്ട് വന്ന് 3:30 ആയപ്പോൾ തിരിച്ചെത്തി. പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും വയ്യ. പിന്നെ കിടന്നൊക്കെ ഉറങ്ങി രാവിലെ എണീറ്റ് ഇപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. ക്ലയൻറ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വർക്ക് എവിടെയാണ് പെട്ട്. അപ്പോൾ ഫൈനലി നമ്മൾ 19 മിനിറ്റ് വീഡിയോ തീർന്നിരിക്കുകയാണ്. ഞാനത് അയച്ചു കൊടുത്തിട്ടുമുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 24 hours ഈ വീഡിയോയുടെ പുറകിൽ നിന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ പല സൈഡ് അഡ്വഞ്ചേഴ്സും ഉണ്ടായിരുന്നു. പല കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നു. എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമുക്ക് ഒരു കാര്യത്തിൽ ഒരുപാട് നേരം നമുക്ക് ഇരിക്കാൻ പറ്റില്ല. എനിക്ക് പേഴ്സണലി പ്രത്യേകിച്ച് ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ബോറടി ആയിട്ട് മാറും. പിന്നെ ആ വർക്കും നന്നായിട്ട് വരാൻ സാധ്യതയില്ല. നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ കുറേ നേരം നമ്മൾ ഇരിക്കുകയാണെങ്കിൽ.
വെറൈറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വെച്ചാൽ 19 മിനിറ്റുള്ളൊരു വീഡിയോ ഞാൻ എത്ര നേരം കൊണ്ടാണ് എഡിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ എഡിറ്റ് ചെയ്ത പ്രോസസ്സ്, എൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചത്. അല്ലാണ്ട് ഇതൊരിക്കലും ഒരു എഡിറ്റിംഗ് ട്യൂട്ടോറിയലോ ഒന്നുമല്ല. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു ഈ എഡിറ്റിൻ്റെ പിന്നിൽ. ബട്ട് ഇറ്റ് വാസ് ഗുഡ്, ഇറ്റ് വാസ് റിയലി ഗുഡ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇടയിൽ തന്നെ. ഇനി വരാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാനപ്പം അതുപോയി ചെയ്യട്ടെ.